നിങ്ങൾ വലിയ പ്രശ്നത്തിലാണോ? എന്നാൽ എല്ലാവരും നിങ്ങളോട് പറയും ബി പോസിറ്റീവ്. ഒരിക്കലും ബി പോസിറ്റീവ് എന്നത് സാധ്യമല്ല. എല്ലായ്പ്പോഴും ഒരു മനുഷ്യന് ബി പോസിറ്റീവ് എന്ന പ്രിൻസിപ്പിൾ കൊണ്ടു നടക്കാൻ കഴിയില്ല. ചിലപ്പോഴൊക്കെ മനുഷ്യന്മാർക്ക് പ്രശ്നങ്ങൾ വരും. ചില സമയത്ത് പ്രശ്നങ്ങൾ മനുഷ്യൻ പെട്ടുപോകും. അവിടെ എന്താണ് വഴി? ആ പ്രശ്നത്തെക്കാളും നമ്മൾ ഉയരുക, വളരുക എന്നുള്ളതാണ്. ആ പ്രശ്നം നമ്മുടെ കൈക്കകത്തുള്ള ഒന്നായി മാറുക, നമ്മൾ ആ പ്രശ്നത്തിനേക്കാളും വലുതാവുക. അതിനെന്താ വേണ്ടത്? അവിടെ വേണ്ടത് പോസിറ്റീവ് തിങ്കിങ് അല്ല, റിസോഴ്സ്ഫുൾ തിങ്കിങ് ആണ്. എന്താ വ്യത്യാസം? റിസോഴ്സ്ഫുൾ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് തിങ്കിങ് അല്ല, റിസോഴ്സ്ഫുൾ ആയിരിക്കുക. അതായത് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയെ നേരിടാനുള്ള സർവ്വസന്നാഹങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം. അവിടെ കോൺഫിഡൻസ് ഉണ്ടാവണം, അവിടെ കറേജ് ഉണ്ടാവണം, അവിടെ റെസീലിയൻസ് ഉണ്ടാവണം, ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാവണം, അവിടെ ഗ്രിറ്റ് ഉണ്ടാവണം, ദൃഢതയുണ്ടാവണം. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസിനെ മനസ്സിൽ നിറച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ റിസോഴ്സ്ഫുൾനെസ് എന്ന് പറയാം. എപ്പോഴും പോസിറ്റീവായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഇപ്പം നിറയെ കളയാണ്. ഞാൻ പറയാം ഇവിടെ കളയില്ല എന്നൊരു കാര്യമില്ല. അവിടെ കള ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ ആ ചെടികളില്ല എന്ന് ഞാൻ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നിറയെ പാഴ്വസ്തുക്കളാണ്. ഇവിടെ പാഴ്വസ്തുക്കൾ ഇല്ല എന്ന് വിട്ട് കാര്യമില്ല. വേണ്ടത് എന്താ? അവിടെ ഇല്ല എന്ന് പറയുന്നതിന് പകരം അതിനെ റിമൂവ് ചെയ്യാനുള്ള തോട്ട്സ് നമ്മളിൽ ഉണ്ടാവുക, അതിനെ റിമൂവ് ചെയ്യാനുള്ള കറേജ് ഉണ്ടാക്കിയെടുക്കുക, അതിനെ ഫേസ് ചെയ്യാനുള്ള കറേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് തിങ്കർക്ക് ലൈഫിൽ വിജയിക്കാൻ കഴിയും, ശരിയാണ്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ പോസിറ്റീവ് തിങ്കിങ്ങിന് അടിസ്ഥാനം? നമുക്ക് വേണ്ടുന്നത് ചിന്തിക്കുക, അഥവാ നമുക്ക് വേണ്ടുന്ന റിസോഴ്സുകളെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. അപ്പോൾ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ടത് എന്താണ്? റിസോഴ്സ്ഫുൾ തിങ്കിങ് ആണ്, പോസിറ്റീവ് തിങ്കിങ് അല്ല. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവായിരിക്കുക. എൻ്റെ മുന്നിൽ പ്രോബ്ലം വരുമ്പോൾ ഞാൻ പറയുക പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ വളരെ പോസിറ്റീവാണ്, ഒരു പ്രശ്നവും, ഞാൻ പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ പ്രോബ്ലം മാറും. ആ പ്രോബ്ലത്തിനുള്ളിൽ എനിക്ക് വേണ്ടെന്താ? ആ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യാനുള്ള അനലിറ്റിക്കൽ തിങ്കിങ് വേണം. ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള എൻ്റെ ധൈര്യം ഉണ്ടാവണം, കറേജ് ഉണ്ടാവണം. ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനുള്ള, ആ പ്രോബ്ലം എന്നെ ഉന്തി വീഴ്ത്തുന്നുണ്ടെങ്കിൽ തിരിച്ചെണീക്കാനുള്ള ഗ്രിറ്റ്, മനക്കരുത്ത് വേണം, റെസീലിയൻസ് വേണം. അങ്ങനെ കുറേ തിങ്കിങ്ങുകൾ കൊണ്ട് നിറയണം മനസ്സ്. അങ്ങനെ മറയുമ്പോഴാണ് അത് നമ്മൾ റിസോഴ്സ്ഫുൾ എന്ന് വിളിക്കുക. പല മനുഷ്യന്മാരുടെയും ഗതികേട് എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് സ്കേഴ്സാണ്. റിസോഴ്സ്ഫുള്ളായ തിങ്കിങ് നമ്മൾ ചെറുപ്പത്തിലെ ആരും ഉണ്ടാക്കി തരുന്നില്ല. ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനോ അതിനെ ഫേസ് ചെയ്യാനോ അതിന് നേരിട്ട് കറേജിയസ് ആയ മൂവ് നടത്താനോ അവിടെ ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നും നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. നമ്മൾ ആകെ പഠിച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അവിടെ ചെറുപ്പത്തിലേ നമ്മളെല്ലാവരും പറയുന്നത് ബി പോസിറ്റീവ് എന്നാണ്. അങ്ങനെ പോസിറ്റീവ് ആവാൻ കഴിയണമെങ്കിൽ ആദ്യം മനസ്സ് റിസോഴ്സ്ഫുൾ ആവണം. മനസ്സ് റിസോഴ്സ്ഫുൾ ആയാൽ മാത്രമേ ആ പോസിറ്റിവിറ്റിയെ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് എന്നത് അങ്ങനെയാണെങ്കിൽ അർത്ഥം ശരിയാണ്, റിസോഴ്സ്ഫുള്ളായ പോസിറ്റീവ് തിങ്കിങ് അല്ലേ? റിസോഴ്സ്ഫുൾ ആണെങ്കിൽ നമ്മുടെ പോസിറ്റിവിറ്റിക്ക് സാധ്യതകളുണ്ട്. നമ്മുടെ പോസിറ്റിവിറ്റി വർക്ക് ചെയ്യണം. ഞാൻ ഒരു ഓഫീസിലാണ്, ഒരു ബിസിനസ് റൺ ചെയ്യാണ്. എൻ്റെ ബിസിനസ് പെട്ടെന്നൊരു ചേഞ്ച് മാനേജ്മെൻറ്റ് ഇഷ്യൂ വരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാം കണ്ടതാണ് കോവിഡിൻ്റെ കാലം. ആ കോവിഡ് കാലത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പല ബിസിനസ്സുകളും പൂട്ടിപ്പോയിരുന്നു. അന്ന് ആ ബിസിനസ്സുകാരൊക്കെ പോസിറ്റീവായിരുന്നു, പക്ഷെ അവർക്ക് പൂട്ടേണ്ടി വന്നു. അവർ റിസോഴ്സ്ഫുൾ ആയിരുന്നില്ല. മറ്റൊരു മോഡലിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച്, തങ്ങളുടെ പ്രവർത്തന രീതിയെ വേറെ രീതിയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഒരു ചേഞ്ച് മാനേജ്മെൻറ്റ് ടെക്നിക്ക് അവർക്ക് അറിയില്ലായിരുന്നു. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ തോറ്റുപോകുന്നൊരു കുട്ടി പോസിറ്റീവായിരിക്കും, പക്ഷേ പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രം ആ കുട്ടിക്ക് ഇനി പരീക്ഷ ജയിക്കാൻ കഴിയില്ല. ആ കുട്ടി സ്ട്രാറ്റജീസിൽ മാറ്റം വരുത്തണം. അതുപോലെ നിങ്ങൾ ആരായിരുന്നാലും, ലൈഫിലെ ഏത് സാധാരണ മേഖലയിലായിരുന്നാലും ശരി, നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അതിനെ നേരിടുന്ന കിറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. എന്താണ് ആ കിറ്റ്? അതൊരു റിസോഴ്സ്ഫുൾ കിറ്റാണ്. ആ റിസോഴ്സ്ഫുൾ കിറ്റിനകത്ത് എന്ത് വേണം? കറേജ് വേണം, അതിനകത്ത് റെസീലിയൻസ് വേണം, അതിനകത്ത് ഗ്രിറ്റ് വേണം, അതിനകത്ത് കോൺഫിഡൻസ് വേണം. ഇല്ലെങ്കിൽ എത്ര കോൺഫിഡൻ്റ് ആയാലും നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. കാരണം മനുഷ്യൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അയാളുടെ റിസോഴ്സ്ഫുൾനെസ് ആണ്. ആ റിസോഴ്സ്ഫുൾനെസ് ആണ് അയാൾ ഒന്നുമില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ പോലും തിരിച്ചു വരാൻ അയാൾക്ക് സാധിക്കുന്നത്. ഇതാണ് ജീവിതം. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട എന്താ? നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റിക്ക് പകരം റിസോഴ്സ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസവും ഓരോന്നെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.